ഇവരൊക്കെയാണ് ഈ ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്നത്. മക്കളും ഇവരും ആണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 19 വർഷമായി ഈ കുടിലാണ് നിൽക്കുന്നത്. 19 വർഷമായി തെരുവിൽ സർക്കസ് നടത്തി ജീവിച്ചവരാണ് ഇവർ. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ റേഷൻ കാർഡ് ഉൾപ്പെടെ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും ലൈഫ് മിഷൻ പദ്ധതിയിലോ മറ്റോ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ നിരന്തരം കൊടുത്തിട്ടും ആരും പരിഗണിച്ചിട്ടില്ല. ഇവരുടെ വിഷമങ്ങൾ അറിഞ്ഞിട്ട് ചില സുഹൃത്തുക്കൾ ഫണ്ട് സഹായിച്ചിട്ട് ചെറിയ വീട് തറയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീട് ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി സഹായിച്ചാൽ അവർക്ക് ഈ സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക്, കെട്ടിടത്തിലേക്ക് അവർക്ക് മാറാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഇത് ഈ ഒരു ഷെഡിലേക്ക് താമസിക്കുന്ന ആൾ എത്രത്തോളം സേഫാണെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ. ഇന്നലെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ പേടിച്ചു. ഇവിടെ പാമ്പൊക്കെ കിട്ടി ആകെ ടെൻഷനായി. പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല അവർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു നമ്മുടെ ഒരു കുടുംബത്തിലുള്ള പ്രശ്നം പോലെ കണക്കാക്കിയിട്ട് ഇവരൊന്ന് സഹായിക്കണം. കാരണം ഇത് കുഞ്ഞു കുട്ടികൾ ഇവരൊക്കെ ഈ വീട്ടിലാണ്, ഈ കുടിലാണ് നിൽക്കുന്നത്. നമ്മൾ ഗവൺമെൻറ്റിനോട് ഇപ്പം എത്ര നോക്ക് ചെയ്ത് പറഞ്ഞാലും ആവാത്ത അവസ്ഥ. കാരണം ഇപ്പോൾ എലക്ഷൻ വരികയാണ്. ഈ എലക്ഷനൊക്കെ മാറി അങ്ങോട്ടാകുന്ന ഒരു കുറേ ടൈം എടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സഹായിക്കുക. ഇവർക്കെന്താ പറയാനുള്ളത് കേൾക്കാം. കുറച്ചുകൂടെ അടുത്ത് പറയാം. നിങ്ങൾ പറഞ്ഞു. നമസ്കാരം മാം സാറേ. നമുക്ക് 3 കുട്ടികൾ, പെൺകുട്ടികളുടെ ആണ്. 4 കുട്ടികളുണ്ട്. 19 കൊല്ലമായിട്ട് നമ്മൾ ഈ ഷെഡിൽ താമസിക്കുന്നതാണ് സാറേ. പാമ്പിൻ്റെ നായൻ്റെ ശല്യം കൊണ്ട് രാത്രിയിലെ കുട്ടികൾ കിടക്കുന്നില്ല. നമുക്ക് വീടിൻ്റെ പണിയോട് പൂർത്തിയായിട്ടുള്ള കുട്ടികളെ കൊണ്ട് നമ്മൾ താമസിക്കും സാറേ. വീടിൻ്റെ പണി പൂർത്തിയാകാൻ നിങ്ങളെല്ലാവരും സഹായിച്ചാൽ നമുക്ക് എന്തെങ്കിലും സഹായമാകും സാറേ. ഇത് പുറത്ത് അന്യസംസ്ഥാനത്ത് ഇവിടെ വന്ന് താമസിച്ചതാണ്. 19 വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ തന്നെയാണുള്ളത്. സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അവർക്ക് ഇവിടെ സ്കൂളിൽ ചേർത്ത് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പെട്ടു. ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ ഇവരെ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഇവിടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ ഇതിൽ വെക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.